ചിലപ്പോഴെങ്കിലും നമുക്ക് ദൈവത്തോട് അല്പമെങ്കിലും നീരസം തോന്നാറുള്ളതിൻ്റെ കാരണം എൻ്റെ ഈ പ്രാർത്ഥനാ വിഷയത്തിന് എന്തുകൊണ്ടാണ് ദൈവം മറുപടി തരാത്തത് എന്നുള്ളതാണ്. പല പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് ഒരു മറുപടിയുമില്ല. നമ്മുടെ പ്രാർത്ഥനകൾ എന്തു തന്നെയായാലും ദൈവം ഉടനെ അതിന് മറുപടി തരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സുവിശേഷത്തിനായി കഠിനാധ്വാനം ചെയ്ത് കഷ്ടങ്ങളും പീഡനങ്ങളും അനവധി അനുഭവിച്ച് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച പൗലോസിന്റെ ജീവിതത്തിലും ദൈവം അംഗീകരിക്കാത്ത പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥന 2 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ കാണുന്നു. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. Concerning this thing I pleaded with the Lord 3 times that it might depart from me. പൗലോസ് തന്റെ ജീവിതാനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് എന്തായിരുന്നു എന്ന് 7 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ഇത് വിട്ടുനീങ്ങേണ്ടതിനാണ് പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ജഡത്തിലെ ശൂലം എന്താണെന്നോ സാത്താന്റെ ദൂതൻ ആരായിരുന്നു എന്നോ നമുക്കറിയില്ല. സുവിശേഷ നിമിത്തം അനവധി കഷ്ടപ്പാടുകളും അനുഭവിച്ച പൗലോസ് അതൊന്നും സാരമായി എണ്ണിയിരുന്നില്ല. എന്നാൽ പൗലോസിനുണ്ടായ ഈ ജഡത്തിന്റെ ശൂലം അദ്ദേഹത്തിനെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തിയിരുന്നത് കൊണ്ടാകണം അത് തന്നെ വിട്ട് നീങ്ങിപ്പോകേണ്ടതിന് 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചത്. അതിന് കർത്താവ് കൊടുത്ത മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഈ ഉത്തരത്തിൽ പൗലോസ് സന്തോഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നു, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. തന്നെയുമല്ല, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഈ ഒരു മാതൃകയാണ് ഇന്നത്തെ വിശ്വാസികൾക്കും ദൈവം വച്ചിരിക്കുന്നത്. പൗലോസിന് ശേഷം കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ട അനേകം വിശ്വാസികൾ ഉണ്ടാകുമെന്ന് കർത്താവിനറിയാം. അതെ, നമ്മൾ ഓരോരുത്തർക്കും ദൈവം നൽകുന്ന എത്ര മഹത്തമായ വാഗ്ദാനമാണിത്. പല പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ വിഷയങ്ങൾക്കായി നാം കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ബലഹീനമായ അവസ്ഥയിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു വരുന്നതായി കാണുവാൻ കഴിയും. അവിടുത്തെ കൃപ സമയാസമയങ്ങളിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞതുകൊണ്ടല്ലേ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാനും വിശ്വാസ ജീവിതം നയിക്കുവാനും കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന രോഗമോ പീഡനമോ ഏതു തന്നെയായാലും വിഷയങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായ ഉത്തരവാദിത്തം. പ്രാർത്ഥനയിൽ അഭയം തേടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവാഹം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ബലഹീനതയിൽ ആ ശക്തി വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ നാം മുഴുകുന്നു. നമ്മളിലുള്ള രോഗം, നിരാശ, നഷ്ടം, ദുരിതം അങ്ങനെ എന്തെങ്കിലും ആകട്ടെ, അതിനെ അതിജീവിക്കുവാനുള്ള പര്യാപ്തത ലഭിക്കുന്നു. നമ്മുടെ ബലഹീനതയിലാണ് അവിടുത്തെ ശക്തി പൂർണ്ണത പ്രാപിക്കുന്നത്. അപ്പോഴാണ് നാം ക്രിസ്തുവിൽ സന്തോഷിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവകൃപ നമ്മിൽ വ്യാപരിക്കുന്നത്. ആകയാൽ ഏത് പ്രതികൂലത്തിലും കർത്താവിനോട് അപേക്ഷിച്ച് അവിടുത്തെ ശക്തിയും കൃപയും അനുഭവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. ആമേൻ.